ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ തുടർഭാഗമാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇന്നലെ ഈ 360 വ്യൂവിൻ്റെ അവിടെ വെച്ചിട്ടാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അത് വീഡിയോ ലെങ്ത് കൂടണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നലെ അവിടെ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നലെ നമ്മൾ റോബോട്ടിന് ഇതിനൊക്കെ കണ്ടു. ഇന്ന് നമ്മളിത് 360 വ്യൂ ഉള്ള ഈ ഇത് കാണാൻ വേണ്ടി കയറിയേക്കാണ്. അപ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ പുറത്ത് അയച്ചു തരണം കേട്ടോ. അത് ചെരുപ്പൊക്കെ പുറത്ത് അയച്ചിട്ടാണ് അകത്തോട്ട് കയറ്റത്തുള്ളൂ. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ വരവേൽക്കുന്നത് ഇതുപോലെയുള്ള പല പല ലവ് ചിഹ്നങ്ങളും പല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മൊത്തം നമ്മൾ അതിൻ്റെ അകത്ത് പെട്ട ഒരു ഫീലായിരിക്കും നമുക്ക്. നമ്മുടെ കാലിൻ്റെ ഭാഗം എല്ലാം ആ ഒരു ചിഹ്നം കാര്യങ്ങളായിരിക്കും. ഞാൻ ഇതിൽ ഫസ്റ്റ് ആയിട്ട് കയറുന്ന കേട്ടോ. ഇതിൽ പലരും കയറിയിട്ടുണ്ടാവും, കയറാത്ത പല ആളുകളും ഉണ്ടാവും. നമ്മളെപ്പോലെ ഒരുപാട് സാധാരണക്കാർ ഇതിൽ കയറാൻ പറ്റാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമ്മളിത് വരവേൽക്കുന്നത് ഇതുപോലെയൊക്കെയാണ് കേട്ടോ. ഈ സമയത്തൊക്കെ ആളുകൾ പുറത്തുനിന്ന് കയറുന്നുണ്ട്. അത് ആ ഡോറിൻ്റെ വെളിച്ചം നമുക്ക് വീഡിയോയിൽ കാണാം. പലരും അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മൾ തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗെയിം ഫീൽ ചെയ്യും. നമ്മൾ അതിലോട്ട് അങ്ങ് ലയിച്ചു പോകും. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നമ്മൾ ഡയറക്റ്റ് അവിടെ നിന്ന് കാണുമ്പോൾ നമ്മൾ തന്നെ വീഴാൻ പോകുന്ന പോലെയും നമ്മൾ അതിലോട്ട് അങ്ങോട്ട് ലയിച്ചു പോകുന്നതാണ്. അതേപോലെയാണ് 360 എന്ന് പറഞ്ഞ പക്കായിരുന്നു കേട്ടോ. പക്ക എന്ന് പറഞ്ഞ പക്കായിരുന്നു. അപ്പം നിങ്ങളെ ഇതേപോലെയാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞാൽ കാർട്ടൂൺ രീതിയിലും മറ്റേ അലാവുദ്ദീൻ അത്ഭുത വിളക്കും അങ്ങനത്തെ പലതും ഇതിൽ വരും കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. കൊച്ചുങ്ങളൊക്കെ വീഴാൻ പോവുമായിരുന്നു. കൊച്ചുങ്ങൾ മാത്രമല്ല, എൻ്റെ വൈഫും അവിടെ നിന്നിട്ട് വീഴാൻ പോവുമായിരുന്നു. കാരണം മൊത്തത്തിൽ നമുക്ക് നാല് പുറം ഈ സ്ക്രീനും നമ്മുടെ കാലിൻ്റെ അടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളും അതിൽ ഉൾപ്പെട്ടു പോകാമെന്ന് വിചാരിച്ച് നമ്മളും വീഴാൻ പോകും. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളിതിൽ കയറാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കയറണം കേട്ടോ. ഇതിപ്പോൾ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്, എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ ഇതുള്ളത്. ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. നമ്മൾ ഇന്നലെ കണ്ട വീഡിയോയിൽ കണ്ട റോബോട്ടിക്കും കാര്യങ്ങളും എല്ലാം 100 രൂപയിൽ ഉൾപ്പെടും കേട്ടോ. ഇത് കഴിഞ്ഞ് ഈ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ട്. അതായത് ഇവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസും കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ വീഡിയോയും ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ് 2-3 വീഡിയോ ആയിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഇത് വരാൻ പറ്റാത്തവർക്കും കാണാൻ പറ്റാത്തവർക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് തുടങ്ങുന്നതാണ് കേട്ടോ. ഇത് 360 വ്യൂ ഉള്ള ഈ റിയാലിറ്റി ഷോ തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പല പാലങ്ങളും എന്തൊക്കെയോ അതിലൂടെ വന്നു പോകും. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പല കാര്യങ്ങളും വന്നു പോകും. പക്ഷെ നമ്മൾ ആ ഒരു റോഡ് മോഡൽ കാണുന്നുണ്ടല്ലോ, അതിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഫീലായിരിക്കും നമുക്ക്. കറക്റ്റ് നമുക്ക് നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്നും തുടങ്ങുന്ന ഒരു ഫീല് നമുക്ക് വരും കേട്ടോ. അത് നമുക്ക് നേരിട്ട് അത് അനുഭവിക്കുമ്പോൾ അത് അറിയാൻ പറ്റത്തുള്ളൂ. വീഡിയോയിൽ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ വീഡിയോ തുടങ്ങേണ്ട വഴിയിലോട്ടാണ് ഇപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എൻഡിൽ നമുക്ക് ഇതിൻ്റെ ഒരു പേര് എഴുതി കാണിക്കും. അതിന് ശേഷമാണ് നമുക്കൊരു കാർട്ടൂൺ മോഡൽ റിയാലിറ്റി ഷോ തുടങ്ങുന്നത് കേട്ടോ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരുന്നു. ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി തുടങ്ങാൻ പോകുന്നത്. തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു കേട്ടോ. ഇതിനായിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട കേട്ടോ. 100 രൂപയിൽ ഇൻക്ലൂഡ് ആണ്. അതായത് നമ്മൾ കയറി വരുമ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചതെല്ലാം ആ 100 രൂപയിൽ ടിക്കറ്റിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ വീഡിയോൻ്റെ അവസാനം വെച്ച് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ അവസാനിപ്പിച്ചത്. അത് ലെങ്ത് കൂടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു. ഇതാണ് കേട്ടോ, നമുക്ക് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് തുടങ്ങി. അപ്പോൾ നമുക്ക് അതൊരു കാർട്ടൂൺ മോഡലാണിത്. ഇതിൻ്റെ എൻഡ് കഴിഞ്ഞ വേറെ ഷോയും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അവർ. അങ്ങനെ 2 ഷോ എന്തോ ആണ് ഇതിൽ കാണിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് അതിലോട്ട് നോക്കിയില്ല. അതിലോട്ട് ഡയറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളും അതിലോട്ട് ഉൾപ്പെട്ട് പോകും. ഞാൻ മൊബൈൽ വഴി ആവുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മൊബൈൽ വഴി ഷൂട്ട് ചെയ്ത് അതിലൂടെ നോക്കിക്കൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് പ്രശ്നം ഉണ്ടായില്ല. ബാക്കി നിൽക്കുന്ന മിക്ക ആളുകൾക്കും കാലിൻ്റെ അടി മുതൽ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയൊക്കെ ആയിരുന്നു. കാരണം അവർക്കത് ഫീൽ ചെയ്യും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും കുറച്ച് നേരം മൊബൈലിൽ നിന്ന് സൈഡിലോട്ട് മാറ്റി പിടിച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇതേപോലെ ചെരിഞ്ഞും മറിഞ്ഞും നമ്മളും പോയി. അപ്പോൾ ഇത് മൊബൈലിലൂടെ നോക്കുമ്പോൾ എനിക്ക് അത്ര തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കും വീഡിയോയിൽ അത്ര അങ്ങോട്ട് തോന്നത്തില്ല. ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ തീർച്ചയായും വന്ന് നോക്കണം കേട്ടോ. നല്ല രസമായിരുന്നു. കൊച്ചുങ്ങളായിട്ട് തീർച്ചയായിട്ടും വരണം. അവർക്കിത് പ്രത്യേക ഒരു അത്ഭുതമായിരിക്കും. ഇതേ കണ്ടോ, ഇത്രയും പേര് ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ നമ്മളങ്ങ് സഞ്ചരിച്ച് പോകും. ഒരു പ്രത്യേക തരം തന്നെയാണ് 360. അടിപൊളിയാണ് കേട്ടോ. അതുപോലെ പ്രത്യേക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങളിത് ആ റോബോട്ടിന് ഇതിനൊക്കെ കണ്ട് ഡയറക്റ്റ് ഇതിലോട്ട് അകത്തോട്ട് നേരിട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കുറച്ച് നേരം ക്ഷമിച്ച് അവിടെ ഇരിക്കണം. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഫസ്റ്റ് ഷോ തുടങ്ങുന്നത് ഞങ്ങൾ ചെന്നുമ്പോഴാണ്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്കൊരു 15-20 മിനിറ്റ് അവിടെ പുറത്തിരിക്കേണ്ടി വന്നു. റോബോട്ടിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തിരുന്നു. നിങ്ങൾക്ക് ആ സമയമാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ അതിൻ്റെ അകത്ത് വേറെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും അതുപോലെ കിച്ചണിലോട്ട് ആവശ്യമായ സാധനങ്ങളും ബേക്കറി ഐറ്റംസും ചായയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. നിങ്ങൾക്കപ്പോൾ ഇവിടെ സമയം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തോട്ട് പോയിട്ട് അവിടെയും ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഞങ്ങളവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നു. ഞങ്ങൾക്കൊരു 15-20 മിനിറ്റ് അവിടെ ഇരിക്കേണ്ട ആവശ്യം വന്നു കേട്ടോ.
പ്രത്യേകിച്ചിട്ട് പറയുന്നതാണ്, നിങ്ങൾ നേരിട്ട് ഡയറക്റ്റ് ചിലപ്പം മറ്റേ റോബോട്ടിനെയും കാര്യങ്ങളൊക്കെ കണ്ട് അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ ഇതിലോട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇതിലോട്ട് കയറുന്നതിൻ്റെ മുന്നേ എല്ലാവരും ചെരുപ്പ് പുറത്ത് അയച്ചിടണം, എന്നാലേ നമുക്ക് അതിലോട്ട് അവർ കയറ്റത്തുള്ളൂ. എല്ലാവരും ചെരുപ്പ് പുറത്ത് അയച്ചിട്ട് അകത്തോട്ട് കയറണം. പിന്നെ ചിലപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ 5-10 മിനിറ്റ് അവർക്ക് ഇത് റെസ്റ്റ് വേണം തോന്നുന്നുണ്ട്, അങ്ങനെ എന്തോ ആണ് അവർ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ 20 മിനിറ്റ് കിട്ടി. അപ്പോൾ ചില സമയത്ത് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോ കഴിഞ്ഞാൽ അടുത്ത ടീമിനെ കയറ്റാൻ അവരൊരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ആ വെയിറ്റ് നമ്മൾ അവിടെ ഇരുന്ന് ബോറടിക്കത്തൊന്നുമില്ല. നമുക്ക് അപ്പുറത്ത് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ പല ഐറ്റംസുകളും ഉണ്ട്. അപ്പുറത്ത് പല ഷോപ്പുകളും ഉണ്ട്, മൊബൈൽ സാധനങ്ങൾ വിൽക്കുന്ന മൊബൈലിൻ്റെ ഐറ്റംസുകൾ വിൽക്കുന്ന ഷോപ്പുകളും, വീട്ടിലോട്ട് ആവശ്യമായ, ഞാൻ പറഞ്ഞില്ലേ, കിച്ചണിലോട്ട് ആവശ്യമായ പല ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതൊന്ന് വന്ന് ആസ്വദിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾ പലരും ഇത് കാണാത്തവരുണ്ടാവും, അവരുമായിട്ട് തീർച്ചയായിട്ടും വന്ന് കാണേണ്ടതാണ്. ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കയറുന്നതാണ്, എൻ്റെ കൊച്ചും വൈഫും ഒക്കെ ആദ്യമായിട്ട് കയറുന്നതാണ്. ഞങ്ങൾ പല സ്ഥലത്തും ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇതിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതിനായിട്ട് വന്നതാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ കൊച്ചിയിലൊന്ന് പോയി, മട്ടാഞ്ചേരിയൊക്കെ, അതിൻ്റെയൊക്കെ വീഡിയോ വഴിയെ വരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും കറങ്ങിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഇവിടെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ഭാഗം ഇതിൻ്റെ തൊട്ട് ബാക്ക് വശത്തായിരിക്കും. കാരണം 360 ആവുകൊണ്ട് മൊത്തം റൗണ്ട് ചുറ്റിയിട്ടാണ്. മൊത്തം റൗണ്ട് മാത്രമല്ല, നമ്മുടെ കാലിൻ്റെ താഴെയൊക്കെ ഉണ്ട്. കൊച്ചു കണ്ടില്ലേ, കൊച്ചു അതിൻ്റെ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെറിയവർ വലിയവരൊന്നുമില്ല, എല്ലാവരും അതിലോട്ടാണ് ലയിച്ചു പോകും. അതുപോലെയാണ് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു ചെരുപ്പ് അഴിച്ചു വെക്കണം. അതുകൂടാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസോ അതല്ല ബാഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ വെക്കണം കേട്ടോ. ചെരുപ്പ് അഴിച്ച് അകത്തോട്ട് കയറുമ്പോൾ 2 സൈഡിലും ചെറിയ സ്പേസ് ഉണ്ട്, അവിടെ നമ്മൾ അതും അഴിച്ചു വെക്കണം, എങ്കിലേ അവർ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. അവർ കയറുമ്പോൾ തന്നെ അതൊക്കെ പറയും, നമ്മുടെ കയ്യിൽ എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മളത് അവിടെ പുറത്ത് വെക്കണം. പുറത്ത് വെച്ചതിന് സേഫാണ്, അവിടെ പുറത്ത് പോലീസുകാരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്നതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്, അവിടെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് അവിടെ വെക്കണം, എന്നിട്ടേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇത് കഴിയാറായിട്ടോ, അതിൻ്റെ അവസാനം ഇതാണ്. അവരെ വൈഫൊക്കെ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരൊക്കെ അതിൻ്റെ കൂടെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനി പറഞ്ഞൊരു കാര്യമല്ല, നമ്മൾ ആ റോഡിൻ്റെ ഒക്കെ കൂടെ നമ്മളങ്ങ് സഞ്ചരിച്ച് പോകും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വന്ന് ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണം. ഇത് നമ്മുടെ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലാണ് കേട്ടോ, മറൈൻ ഡ്രൈവിലെ ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത്. ഈ ഷോയിലോട്ട് മാത്രമായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ ആദ്യം ഇതിൻ്റെ മുന്നേ ഞാൻ വിട്ട വീഡിയോയിൽ പോലെ നിങ്ങൾക്ക് കയറാൻ പറ്റത്തുള്ളൂ. ആദ്യം റോബോട്ടിക്കിന് ഇതിനൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് ഇതിൻ്റെ അകത്തോട്ട് എൻട്രൻസ് ഇല്ല കേട്ടോ. നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് വേണം ഇതിൻ്റെ അകത്തോട്ട് വരാൻ. എല്ലാം ഒന്നൊരു കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാവുന്ന പല കാര്യങ്ങളുമാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കൂട്ടോ, കൊച്ചുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വലിയ ചാർജ് ഒന്നുമില്ല, 100 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഒന്ന് വന്ന് കണ്ടു നോക്കൂ. ഇത് നമ്മളൊരു പരസ്യമായിട്ട് പറയുന്നതല്ല കേട്ടോ, നമുക്ക് വന്ന് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. കാരണം കൊച്ചൊക്കെ നല്ല എൻജോയ് ചെയ്തു. കൊച്ചുങ്ങൾക്ക് മാത്രമൊന്നുമല്ല, വലിയവർക്കും ഇഷ്ടമായി. അത് ഈ വീഡിയോ കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് എൻ്റെ വൈഫിനൊക്കെ നല്ല ഇഷ്ടമായി. അവൾ ആദ്യമായിട്ട് കയറുകയാണ്, ഞാനും, അതുകൊണ്ടായിരിക്കും എന്തോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മാർക്കറ്റിൻ്റെ വീഡിയോ ആണ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.